വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരാൻ വന്ന KSEB ജീവനക്കാരന് 500 രൂപയ്ക്കൊപ്പം കത്തെഴുതി വെച്ച 8ാം ക്ലാസ്സുകാരിയെ ഓർമ്മയുണ്ടാവുമല്ലോ. പത്തനംതിട്ട ചെറുകോലിൽ നിന്നായിരുന്നു ആ കാഴ്ച നമ്മൾ കണ്ടത്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കുടുംബത്തിന് താങ്ങായി കോഴഞ്ചേരി പൗരാവലി എത്തി. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. പത്തനംതിട്ട കോഴഞ്ചേരി ചെറുകോലിലുള്ള ഒരു വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീട്ടിൽ ഒരു KSEBയുടെ ഒരു മീറ്റർ ബോക്സ് നമുക്ക് കാണാൻ കഴിയും. ഈ മീറ്റർ ബോക്സിന് ഒരു കഥ പറയാനുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് KSEBയുടെ ലൈൻമാൻ ഇവിടേക്ക് വരികയും ഇവിടെ പരിശോധിച്ചപ്പോൾ ഒരു കുറിപ്പ് ഇവിടെ നിന്ന് കണ്ടെത്തി. ആ കുറിപ്പ് എഴുതിയത് ഈ വീട്ടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. സർ, ഫ്യൂസ് ഊരരുത്, പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോകുക സാർ. വൈദ്യുതി മീറ്ററിനരികെ ഇങ്ങനെയൊരു കുറിപ്പ് കണ്ടതോടെ KSEB പത്തനംതിട്ട കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ ബിനീഷിന്റെ മനസ്സ് ഒന്നിടറി. വൈദ്യുതി വിച്ഛേദിക്കാതെ ലൈൻമാൻ ബിനീഷ് മടങ്ങി. ഈ വീടിന്റെ അന്നത്തെ ഒരു അവസ്ഥ എന്നുള്ളത് വളരെ മോശമായിരുന്നു. ഇവിടെ ചോരുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒറ്റ കുറിപ്പ്, അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒരൊറ്റ കുറിപ്പിലൂടെ ആളുകളുടെ ശ്രദ്ധ ഇവിടേക്ക് വരികയും അങ്ങനെ കോഴഞ്ചേരി പൗരാവലി ഈ വിഷയത്തിൽ ഇടപെടുകയും അവർ മുൻകൈയെടുത്ത് ഈ വീടിപ്പോൾ താമസയോഗ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അന്നൊരു രാവിലെ ദിവസം ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകാൻ ടൈമായിരുന്നു. ആ സമയത്ത് അന്നായിരുന്നു കറണ്ട് ബിൽ അടയ്ക്കേണ്ട തീയതി. എന്തായാലും കൊണ്ടെത്തിയതിന് മുമ്പേ ഫ്യൂസ് ഊരാൻ അറിയാമായിരുന്നു, അതുകൊണ്ട് എഴുതി വെച്ചിട്ട് പോയത്. പക്ഷെ ഇത്രയും പബ്ലിഷ് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ഫ്യൂസ് ഊരിയതാ. അങ്ങനെ ഞങ്ങളൊരു 3-4 ദിവസം ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ താമസിച്ചതാ. കുഞ്ഞെഴുതി വെച്ചത് കൊണ്ട് കോഴഞ്ചേരി പൗരാവലി നല്ലൊരു വീട് വെച്ച് തരാനും അടിച്ചുറപ്പുള്ള ഒരു നല്ല വീട്, ഞാൻ സന്തോഷത്തോടെ എനിക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. അവർ സമാധാനത്തോടെ ഇരിക്കും. എല്ലാം നല്ല. ഇപ്പം വളരെ സന്തോഷം. ഞങ്ങൾ 3 പേരും വളരെ സന്തോഷത്തോടാണ്. അതായത് ജീവിതത്തിൽ നമുക്കൊരു ആപത്ത് വരുമ്പോൾ സമൂഹം കൂടെ നമ്മളെ ഒന്ന് താങ്ങി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും കയറാം, അല്ലേ? അത് സമൂഹം നമ്മളെ താങ്ങി നിർത്തിക്കൊണ്ടോ ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോലെ ഇവിടെ നിൽക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഇപ്പോഴേ തകർന്നു പോകേണ്ടതാണ്. ഇപ്പോൾ കോഴഞ്ചേരി പൗരാവലിയുടെ പ്രതിനിധി തന്നെ നമ്മോടൊപ്പം ഉണ്ട്, ജോജി കാവുംപടിക്കൽ. അന്ന് ഈ ഒരു 500 രൂപ വെക്കുകയും ആ ഒരു കത്തും അത് ജനങ്ങളുടെ ഒക്കെ ഒരു ശ്രദ്ധയിലേക്ക് വരികയും ആളുകൾക്കൊക്കെ ഒരു വിഷമം തോന്നിയിരുന്നു. ഞാനിവിടെ കയറി നോക്കിയപ്പോൾ അടച്ചുറപ്പില്ലാത്ത, അതായത് വാതിലുകൾക്ക് വരം തുണി ഇട്ടിരിക്കുന്ന ഒരു വീട്. ഈ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടികൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ തന്നെ ആകുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയണം. ഇപ്പോൾ അത് 100% കഴിയും. മീറ്റർ ബോക്സ് ഇപ്പോഴും ഇതിനെല്ലാം സാക്ഷിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മീറ്റർ ബോക്സ്, ആ ഒരു KSEB ജീവനക്കാരൻ, അദ്ദേഹത്തിന് കൂടി ജോജി കാവുംപടിക്കൽ നന്ദി പറയുകയാണ്. കാരണം ആ 8ാം ക്ലാസ്സുകാരി എഴുതിയ ആ ഒരു കുറിപ്പ് അത് അദ്ദേഹം പുറം ലോകത്തേക്ക് എത്തിച്ചു. നിരവധി പേരുടെ സഹായങ്ങൾ ഏതായാലും ഇക്കാര്യത്തിൽ കിട്ടിയ കുടുംബം ഇപ്പോൾ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. അങ്ങനെ ഒരു കത്ത് കൊണ്ടുവന്ന ആ മാറ്റം കണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ നന്മ അവശേഷിക്കുന്ന മനസ്സുകൾ ഉണ്ടാകും. അവരൊക്കെ സഹായവുമായി എത്തും. അങ്ങനെ നമ്മൾ എത്രയോ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ.